ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഈസി റെസിപ്പി പഠിപ്പിച്ചു തരാം. ബീഫ് വരട്ടാണ് ഞാനിന്ന് പാകം ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ ആവശ്യമായ ഒരു വലിയ കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു 3 വലിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളി, ഇവ രണ്ടും ചെറുതായി അരിഞ്ഞിട്ട് കുക്കറിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിലേക്ക് ഒരു 2 വലിയ പഴുത്ത തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ കൈ കൊണ്ടുള്ള മിക്സിംഗ് ആണ്. കൈ കൊണ്ട് എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ഈ കറിയുടെ ടേസ്റ്റും കൂടും. ഇപ്പോൾ തക്കാളിയും ഉള്ളിയും നല്ലവണ്ണം കൈയിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് നല്ലോണം താളിയ പോലെ മിക്സാക്കുക. ഒരു 10-15 മിനിറ്റ് നേരം എടുത്തിട്ട് മിക്സാക്കിയാൽ അത്രയും ടേസ്റ്റ് കറിക്ക് കൂടുന്നതാണ്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തക്കാളിയിലെയും ഉള്ളിയിലെയും വെള്ളം, നമ്മൾ ഈ കറിക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തുന്നില്ല. തക്കാളിയിലെയും ഉള്ളിയിലെയും വെള്ളമാണ്. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്ക് കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കാത്ത കറിയാണ്. അതുകൊണ്ട് അത്യാവശ്യം മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി മിക്സിയിലേക്ക് നല്ലവണ്ണം ചേർത്തിട്ട് ഈ മിക്സും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതും കൈവച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി എരിവ് കൈക്കൊരു പ്രശ്നമാണെങ്കിൽ ഗ്ലൗസ് ഇട്ടാലും മതി. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നല്ലവണ്ണം കൈവച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടിയൊന്നും നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവ 3 യൂസ് ചെയ്യുന്നുള്ളൂ. ഈ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആദ്യം ചെറിയ സ്പൂണ് മതി, ഒരുപാടൊന്നും വേണ്ട, ചെറിയ സ്പൂണ് മതി. ഇനി അത്ര തന്നെ ചെറിയൊരു സ്പൂണിന് 2 സ്പൂണ് ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അത്യാവശ്യം നല്ലവണ്ണം ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി തന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് അത്യാവശ്യം നല്ലോണം മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ നിങ്ങൾ യൂസ് ചെയ്തോളൂ. കറിയുടെ ടേസ്റ്റ് തന്നെ ഇതിന് മല്ലിപ്പൊടിയാണ്. അതും കൂടി മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്നും കൂടി എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വാട്ടിയിട്ടും താളിച്ചിട്ടും ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിന് ഇനി അടുത്തതായി ആവശ്യത്തിനുള്ള എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ 2 സ്പൂണ് ചേർത്ത് എരിവിനനുസരിച്ചിട്ട്. നമുക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പം ഞാൻ പച്ചമുളക് അത്യാവശ്യത്തിന് ചേർത്തത് കൊണ്ട് 2 ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണാണ്
യൂസ് ചെയ്യുന്നത്. 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ഓയിലൊന്നും യൂസ് ചെയ്യരുത്, പച്ച വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മിക്സിങ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോയിൽ കട്ടായി പോയതാണ്. ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. എല്ലൊന്നും നിങ്ങൾ കളയണ്ട, എല്ല് ഉണ്ടെന്ന് വിചാരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ. നല്ലോണം കഴുകി വൃത്തിയാക്കി, ആദ്യമേ കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. നമ്മൾ ഈ കറിയിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തുന്നില്ല കേട്ടോ. ഈ തക്കാളിയിലെയും ഉള്ളിയിലെയും ഒക്കെ വെള്ളം തന്നെയുള്ളൂ. നമ്മൾ ഈ കറിയിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തുന്നില്ല. ഇനി ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഇറച്ചികളൊക്കെ ഇടുന്നതിന് മുന്നേ ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇറച്ചി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വായിൽ വെക്കരുത്, അത് ബുദ്ധിമുട്ടാണ്. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് ഗ്യാസിൽ വെച്ചിട്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിലേക്ക് ഒഴിച്ച് ഒരു 10 വിസിലോളം നല്ലോണം വേവിച്ചിട്ട് ബീഫ് എടുക്കുക. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ചേർത്ത് കൊടുത്ത് നല്ലോണം വെളിച്ചെണ്ണ ചൂടായി ഉലുവ നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, വീണ്ടും ഒരു കൈപ്പിടിയിലുള്ള ചെറിയുള്ളി. ഇതിൻ്റെ കറിയുടെ ടേസ്റ്റ് തന്നെ മാക്സിമം ചെറിയുള്ളി ചേർക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ചെറിയുള്ളിയൊക്കെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കറിയിൽ കുറച്ച് വലിയ ഉള്ളി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വറവിന് നമ്മൾ നിർബന്ധമായിട്ടും ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു കൈപ്പിടി കൂടുതൽ ചെറിയുള്ളി ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റി ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റുക. നല്ലോണം വഴറ്റുക കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക, പിന്നത് ലോ ഫ്ലെയിമിലിട്ട് മാറ്റിയിട്ട് നല്ലോണം വഴറ്റുക. ഉള്ളി നല്ല ബ്രൗൺ കളറായി വരുന്ന സമയം വരെ കാത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനോ ഉള്ളി കത്തിക്കരിയാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് സിമ്മിലേക്ക് വെച്ചിട്ട് വീണ്ടും ചെറിയ തീയിൽ ഈ ഉള്ളി വഴറ്റുക. ഉള്ളി ഏകദേശം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് തണ്ടോട് കൂടിയതും അല്ലാത്തതുമായ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി, ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ, ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കുക. ഈ കറിക്ക് നല്ല രുചി കിട്ടും. അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ബീഫിൽ അത്യാവശ്യം ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നല്ലോ, പക്ഷേ ബീഫിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെ, അതിൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കറിയാണ് കേട്ടോ, നല്ല രുചിയാണ്. അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറ്, ഗീ റൈസ്, എന്തിൻ്റെ കൂടെയും നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കറിയുടെ ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട്. എൻ്റെ കയ്യിൽ മല്ലിയില കുറവാണ്.
ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. എൻ്റെ കറി ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. കറി നല്ലോണം തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. എല്ലാവരും കറി ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല രുചിയാണ്.